ചരിത്രരേഖ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ രേഖ ഞാനിങ്ങനെ വായോണ്ട് പറയല രേഖ കാണിക്കാൻ വേണ്ടി. പൂക്കോയത്തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പിതാവായ സയ്യിദ് മുഹമ്മദ് കോയഞ്ഞിക്കോയത്തങ്ങൾ മരണപ്പെട്ടു. തുടർന്ന് കോയഞ്ഞിക്കോയത്തങ്ങളുടെ അനുജനായ സയ്യിദ് അലി പൂക്കോയത്തങ്ങളായിരുന്നു പൂക്കോയത്തങ്ങളെ വളർത്തിയത്. അറിയപ്പെട്ട ഒരു ചികിത്സാ വിശാരദനായിരുന്ന അലി പൂക്കോയത്തങ്ങൾ സൂഫ്യവര്യനായി ജീവിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. 1900 ശ്രദ്ധിക്കണേ ബഹുമാനപ്പെട്ടവരെ, അലി പൂക്കോയത്തങ്ങൾ, അതായത് അലി പൂക്കോയത്തങ്ങൾ ആര്? ഇവരുടെ വളർത്തുവല്യുപ്പ, അതായത് കോയഞ്ഞിക്കോയത്തങ്ങളുടെ അനുജൻ. അവർക്കൊരു പുതിയ പേരും കൂടി ഉണ്ടായിരുന്നു. എന്ത്? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ പറഞ്ഞത്? കണ്ണില്ലാത്ത പൂക്കോയ എന്ന് പറഞ്ഞിരുന്നു അവരെ. അതിനൊരു കാരണമുണ്ട്, അത് ചെവി തുറന്നൊന്ന് കേൾക്ക്. അതിനൊരു കാരണമുണ്ട്. കണ്ണില്ലാത്ത തങ്ങളുവാപ്പാന്നൊക്കെ കണ്ണുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കണ്ണ് പോയത് ചരിത്രം പറയുന്നത് കേട്ടോ. പൂക്കോയ തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പിതാവായ മരണപ്പെട്ടു. സൂഫിവര്യനായി ജീവിച്ച ബഹുമാനപ്പെട്ട അലി പൂക്കോയ തങ്ങൾ സൂഫിവര്യനായി ജീവിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. 1921 മലബാർ മാപ്പിള സ്വാതന്ത്ര്യ സമരത്തിൽ ധീരദേശാഭിമാനികളായ മാപ്പിള യോദ്ധാക്കളെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത് കയ്യിനും കാലിനും വിലങ്ങി വെച്ച് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നത് പാണക്കാട്ട് ഗ്രാമത്തിലൂടെയായിരുന്നു. ശ്രദ്ധിക്കണേ, മുസ്ലിമീങ്ങളെ വിലങ്ങി വെച്ചിട്ട് ബ്രിട്ടീഷുകാർ 921 കൊണ്ടുപോയിരുന്നത് പാണക്കാട്ട് ഗ്രാമത്തിലൂടെയാണ്. അന്ന് പൂക്കോയ എന്ന ഈ കുട്ടിയുടെ മുറബിയായ എളാപ്പയായ ആരുണ്ട്? അലി പൂക്കോയുണ്ട്. അന്ന് കണ്ണുണ്ട്. ഗ്രാമത്തിലായിരുന്നു ഇവിടെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഈ കാഴ്ച കണ്ട് അലി പൂക്കോയ തങ്ങളുടെ മനസ്സ് വളരെ വേദനിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തു, റബ്ബേ ഇനി ഇനി എൻ്റെ കണ്ണിൽ കണ്ടുകൂടെ റബ്ബേ, എൻ്റെ കാഴ്ച ശക്തി മടക്കിയെടുക്കണേ. അപ്പോൾ കാഴ്ച പോയി. കറാമത്ത്. ഇത് ചരിത്രമാണ്. അലി പൂക്കോയക്ക് കാഴ്ച പോയി. എന്തിന്? ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ചെയ്ത നരമേധം ഇനി എനിക്ക് കാണരുത് പടച്ചവനെ എന്ന് ദുആ ചെയ്തു അലി പൂക്കോയ റഹ്മഹുല്ലാഹ്. ബഹുമാനപ്പെട്ട കറാമത്തോട് കാഴ്ച പോയി. വിചാരിക്കേണ്ട അതൊന്നും ചെറുതാണ്. അത് ഇവരുടെ ബാപ്പയുടെ അളാപ്പയാണ്, മുറബിയുമാണ്. ഇവരുടെ ബാപ്പ പൂക്കോയ തങ്ങളുടെ മുറബിയാണ്. അവരെ വളർത്തിയുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട അലി പൂക്കോയ. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെയൊക്കെ ഈ അലിയും. ഇതൊന്നും വെറുതെ ഉള്ളൊരു അലിയാണെന്ന് വിചാരിക്കണ്ട. നമ്മളൊക്കെ അലിയാണ്, പക്ഷെ ഇത് വെറും ഒരു അലിയാണെന്ന് വിചാരിക്കണ്ട. ആ കോയഞ്ഞിക്കോയത്തങ്ങൾക്ക് 1917 ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ ജനിച്ചു. 1917. പിന്നെ അവിടുന്ന് ശേഷം ചരിത്രത്തിൽ ചെറിയ ഒരു സ്വഭാവം വ്യത്യാസം കാണുന്നുണ്ട്. അതുവരെ ഹിജ്രി കലണ്ടറായിട്ടാണ് ആസ്വദിച്ച് കാണുന്നത്. പിന്നെ ചരിത്രരേഖകളിൽ മുഴുവൻ കാണുന്നത് പിന്നെ ഈസവി കലണ്ടറാണ്. അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിയും. ഞാൻ ഈ തിരക്കിനിടയിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. 1917 ബഹുമാനപ്പെട്ടവരുടെ ജനനം. അതിൻ്റെ കണക്ക് പറയാൻ കഴിഞ്ഞാൽ ആർക്കും പറയുകയും ചെയ്യാം. 1917 ബഹുമാനപ്പെട്ടവർ ജനിച്ചിട്ടുള്ളത്. 1975 വഫാത്തായി ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ വലിയ കറാമത്തുള്ളായിരുന്നു. ഭയങ്കര അപാരമായ അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പൂക്കോയത്തങ്ങളെ കറാമത്ത് ഇന്നും ഞാൻ കണ്ണോണ്ട് കാണുന്നുണ്ട്. ഇന്ന് പോകും ഞാൻ കണ്ണോണ്ട്. എൻ്റെ നാടിനടുത്തുണ്ട് ഒരു മൊയ്തീൻ. എൻ്റെ നാടിനടുത്ത് കൃത്യമായി പറഞ്ഞാൽ അത് പേര് തന്നെ പറഞ്ഞോളൂ ഉസ്താദേ നിന്നോട്. മെയ്ദീനാജി സമ്മതം തന്നുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പേര് പറയാം. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അത് എനിക്ക് വല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹം വലിയ മഹാനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണ്. വിശ്വാസമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ രക്ഷ. എടക്കര മഹലിൻ്റെ പ്രസിഡന്റ് മൊയ്തീനാജി മെയ്ദീനായ കാലത്ത് ചെറിയ ചെറുപ്പക്കാരനായ അടിപിടി കൂടി. അല്ല ഇപ്പോൾ തന്നെ അല്ല ഉറപ്പുള്ള തടിയാണ്. അടിച്ചു, മലപ്പുറത്ത് വെച്ച് കൊന്നു, മരിച്ചു. പിടുത്തം കൂടിയതാണ്. മെയ്ദീനാജി മരിച്ചു. മലബാർ മെയ്ദീനാജി. ഇതൊക്കെ ഞാൻ കണ്ണോട്ട് കാണാം. ഇപ്പോഴുണ്ട്, ഇവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. നിയമം യുദ്ധമൊക്കെ നടന്നു, വിധിയായി തൂക്കിക്കൊല്ലാൻ വിളിച്ചു. മൊയ്തീനാജിയുടെ വല്യ ബാപ്പ പാണക്കാട്ട് പോയി ഭരവാപ്പാൻ്റെ അടുത്ത്. ഇത് ഇന്ന് ആള് ജീവിച്ചിരിപ്പുണ്ട്. ഇത് കുറെ കാലം ഇന്നുണ്ട്. ഇന്ന് ജീവിപ്പുണ്ട്. മൊയ്തീനാജി മരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ മാത്രമൊക്കെ മൊയ്തീനാജി ഈ സാഹസത്തിൽ കുറിപ്പ് കൊടുത്തേക്കാൻ മാത്രമൊക്കെ മൊയ്തീനാജി പ്രസിദ്ധനാണ്. മൊയ്തീനാജി ഇന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും നമുക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അവരെ പൊരുത്തത്തിൽ തരട്ടെ. അപ്പോൾ മൊയ്തീനാജിയുടെ ബാപ്പ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മൊയ്തീനാജിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മൊയ്തീനാജിയുടെ ബാപ്പ പാണക്കാട്ട് പോയി തങ്ങളാപ്പയോട് പറഞ്ഞു,
തങ്ങളാപ്പ ഇപ്പോൾ ഇവരിയ്ക്കുന്ന തങ്ങളിരുന്നിന് അവിടെ അങ്ങനെ ഒന്നങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, മൊയ്തീനെ വിട്ടു വരും, നിങ്ങളിതിന് ബേജാറാവണ്ട, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളതിന് ബേജാറാവണ്ട, മൊയ്തീനെ വരും, മൊയ്തീൻ വരും, മൊയ്തീൻ മടങ്ങി വരും, മൊയ്തീനെ തൂക്കൂല, മൊയ്തീൻ വരും എന്ന് പറഞ്ഞു. മൊയ്തീൻ വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൊയ്തീൻ വന്നു, വെറുതെ വിട്ടു. തൂക്കിക്കൊല്ലാൻ ആരാച്ചാരം ഉറപ്പിച്ചിരുന്നു, തൂക്കുമരം ഉറപ്പിച്ചിരുന്നു, എല്ലാം ഉറപ്പിച്ചിരുന്നു. 2 ആഴ്ചയോട് മൊയ്തീനോട് വിട്ടു. എങ്ങനെ വിട്ടു എന്ന് വെച്ചാൽ മൊയ്തീനോട് പോക്കോ തങ്ങളാപ്പ എനിക്ക് അന്നൊരു കത്തേരി ജയിലിക്ക്. കേട്ടോ, പൂക്കോയ തങ്ങൾ പാപ്പ അന്ന് തന്നെ പാണക്കാട്ട് നിന്ന് ജയിലിലേക്ക് കത്തയച്ചു, മൊയ്തീന് കത്തയച്ചു. മൊയ്തീനെ അള്ളാഹിനോട് പറഞ്ഞതാ, നട്ടപ്പാതിരൊക്കെ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് നിൻ്റെ സെല്ലിലാണ് ദ്വാരക്കുക, നിസ്കാരത്തിൽ ദ്വാരക്കുക. നിസ്കാരത്തിൽ നിനക്ക് അറബി അല്ലാത്ത ഭാഷ നിസ്കാരത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അറബി അല്ല ഭാഷയിൽ ദ്വാ ചെയ്യാൻ നിനക്കോട്ട് കഴിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സുജൂദിൽ കിടന്നിട്ട് ചുണ്ട് പൂട്ടിപ്പിടിക്കുക. ചുണ്ട് പൂട്ടിപ്പിടിച്ചിട്ട് റബ്ബിനോട് പറയാ, അബ്ദിൻ്റെയും മഅബൂദിൻ്റെയും ഇടയിൽ ഭാഷയുടെ ആവശ്യമല്ല, കൽബുകൊണ്ടാണ് പറഞ്ഞാളാ. പൂക്കോയ തങ്ങൾ പാപ്പയുടെ കത്ത് വിട്ട് മൊയ്തീനും സെല്ലിൽ നിന്ന് ദുആ ചെയ്തു. ആ മൊയ്തീൻ ഇന്ന് മരിച്ചിട്ടില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജി മരിച്ചിരിക്കുന്നു. തൂക്കിക്കൊല്ലാൻ വിധിച്ച എടാ, ഇതാണ് പൂക്കോയ തങ്ങൾ പാപ്പയുടെയും മക്കളെയും കറാമത്ത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജി മരിച്ചു, പക്ഷേ തൂക്കിക്കൊല്ലപ്പെടേണ്ട വ്യക്തി ഇന്ന് മരിച്ചിട്ടില്ല. എന്നോട് ബഹുമാനപ്പെട്ടവർ മൊയ്തീനാജി ഒരിക്കൽ കരഞ്ഞു പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കത്ത് പിന്നെ ഞാൻ നിധി പോലെ കൊണ്ടുനടന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായിരുന്നു കത്ത്. ഒരിക്കൽ എൻ്റെ വീട് തീ പിടിച്ച് കത്തി, എൻ്റെ മുതൽ മുഴുവനും നഷ്ടപ്പെട്ടു, എല്ലാ ആധാരങ്ങളും രേഖകളും എല്ലാം കത്തിപ്പോയി. ഒന്നിനും എനിക്ക് വിഷമം തോന്നിയില്ല. പൂക്കത്തങ്ങൾ അവനെ കത്ത് കത്തിയത് എനിക്കൊന്നും സഹിക്കാൻ കഴിയില്ല. എൻ്റെ നിധിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. എൻ്റെ പൂക്കത്തോളപ്പാട് ആ കത്താണ് എൻ്റെ ജീവിതം ഉണ്ടാക്കിയത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജി മരിച്ചിരിക്കുന്നു. കറാമത്ത് നിഷേധിക്കുന്നവരെ വിനയത്തിലൊരു വാക്ക് വളരെ ചിന്തിക്കണം. തിരൂരിനടുത്ത് തെന്നലയിൽ തങ്കമ്മ എന്നൊരു പെണ്ണിനെ പാമ്പ് ചുറ്റി. ഈ തങ്കമ്മ ഈ മെയ് 2-നാണ് മരിച്ചത്. ഞാൻ ഇന്നലെ തങ്കമ്മയുടെ മകന് ഫോൺ ചെയ്തിരുന്നു. തെന്നലയിൽ ശ്രദ്ധിക്കുക, പാമ്പ് ചുറ്റി, തൊടയടക്കം പാമ്പ് ചുറ്റി. പൂക്കോയ തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ തങ്കമ്മ പൂക്കോയ തങ്ങൾ പാപ്പയുടെ കടത്ത്, ഇതൊക്കെ വസ്തുതയാണ്. ഈ തങ്കമ്മയുടെ മകൻ ഇപ്പോൾ അല്ലൈനിലെ ദവാം ഹോസ്പിറ്റലിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്, ജിമ്മി. ഈ ജിമ്മിയോട് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ ശ്രദ്ധിക്കുക, കറാമത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. തങ്കമ്മയെ പാമ്പ് ചുറ്റിയിട്ട് സർപ്പക്കാവിൽ നിന്ന് പാമ്പ് കയറി. ചില സുന്ദരിമാരായ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ പാമ്പ് ചുറ്റി, തൊടയടക്കം പാമ്പ് ചുറ്റി, പല പണിയും നോക്കി പാമ്പിനെ ഇറക്കാൻ കഴിഞ്ഞില്ല. അവസാനം പൂക്കോയ തങ്ങൾ അപ്പോഴടുത്തേക്ക് കൊണ്ടുവന്നു. പൂക്കോയ തങ്ങൾ പാമ്പിനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. പാമ്പ് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ പൂക്കോയ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി കീരി വന്നോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ വന്നു കീരി, ഉടനെ വെട്ടി, ഒറ്റച്ചാട്ടം പാമ്പിൻ്റെ തല വെട്ടി. പാമ്പ് തെറിച്ചു, പാമ്പ് ചത്തു, കീരി പോയി, കഴിഞ്ഞു. ഇത് നടന്ന ആ വ്യക്തി ഈ മെയ് 2-നാണ് മരിച്ചത്. തെന്നയിലയിൽ, തിരൂരിനടുത്ത് തെന്നയിലയിലുള്ള തങ്കമ്മയുടെ മകൻ ഇപ്പോൾ അൽഐനിൽ ദവാം ഹോസ്പിറ്റലിൽ സീനിയർ അക്കൗണ്ടന്റ് ജിമ്മിയുമായി ഇന്നലെ ഞാൻ സംസാരിച്ചു. ഇത് വെറുതെ പറയല്ല, അങ്ങനെ കേട്ടിട്ടുണ്ടെന്നറിയല്ല, കറക്റ്റ് പറയാം. ഇതൊക്കെ കറക്റ്റാണ്. എന്ന് മരിച്ചു? ഈ മെയ് 2-ന് മരിച്ചു. ഇത് ഞാൻ ഉറപ്പിച്ചിട്ട് പറയാം, ഒക്കെ സനത് മുത്തസില. തങ്കമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യൊന്നും വേണ്ട, തെന്നയിലയിലാണ്. ഈ മെയ് 2-ന് തങ്കമ്മ മരിച്ചു. തങ്കമ്മയുടെ മകൻ ജിമ്മി അൽ ഐനിലെ